നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജി സുധാകരന്റെ നിലപാടും ചർച്ചയാകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നാണ് CPIMന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകുക എന്നതാണ് പ്രധാനമായുള്ള അജണ്ട. അതുപോലെ തന്നെ ഈ ഒരു ജി സുധാകരന്റെ ഒരു നിലപാടടക്കം ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഫോണിലടക്കം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിന് മുന്നോടിയായുള്ള CPIMന്റെ സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയായി സംബന്ധിച്ച് ഇതിനൊരു അന്തിമ രൂപം നൽകുക എന്നതാണ് ഈ ഒരു യോഗത്തിന്റെ പ്രധാനമായ അജണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നിരിക്കുന്നത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. അതുപോലെ തന്നെ ജി സുധാകരന്റെ നിലപാടും ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാൻ ഉള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്താണ് സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുധാകരന്റെ ഒരു നിലപാട് ഇന്നലെയാണ് ജി സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടത്. അതിന് പിന്നാലെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം സുധാകരനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. ഇതിലടക്കം ഈ ഒരു സുധാകരനെ അനുനയിപ്പിക്കാനുള്ള കാര്യങ്ങളിലടക്കം ചർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജി സുധാകരൻ പാർട്ടിയുമായി അകന്നും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോഴേക്കും മുതിർന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ മത്സരത്തിനായി ഒരു പക്ഷേ മുതിർന്ന നേതാക്കന്മാരുടെ പേരുകൾ കൂടി പരിഗണിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ നിന്നും അംഗത്വം ഒഴിവാക്കും, അല്ലെങ്കിൽ അംഗത്വം പുതുക്കില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചില അനുനയ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ ഒരു നീക്കം നടത്തും. പക്ഷേ കോൺഗ്രസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. ഏതെങ്കിലും കാരണവശാൽ ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞ് പുറത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനായി മത്സരിപ്പിച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്, പാർട്ടിയുടെ മുഖമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് വളരെയധികം വില കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ആലപ്പുഴയിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ജി സുധാകരനെ ഇടഞ്ഞു മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് തന്നെ നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ തന്നെ ഇദ്ദേഹവുമായി, അതായത് ജി സുധാകരനുമായി ചർച്ച നടത്തണം എന്നൊരു നിർദ്ദേശം തന്നെ ഉയർന്നു വന്നതും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ MA ബേബി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഈ അനുനയ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പാർട്ടി. അതേസമയം ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിലേക്ക് കടക്കുകയാണ്. സാധാരണ സംസ്ഥാന സമിതി യോഗമാണ് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുന്ന പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം നിർണായകം എന്ന് പറയപ്പെടുന്നത്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്നും പുറത്തേക്ക് വന്ന ആ പേരുകളും വിവരങ്ങളുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടേറിയറ്റ് അവസാനമായി ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് കടക്കുന്നത്. ഇനി സംസ്ഥാന സമിതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണോ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് അവരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊതു സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച ഇതുവരെയായും പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലൊക്കെ തന്നെ പൊതു സ്വതന്ത്രന്മാർ വേണം എന്നൊരു ആവശ്യം പാർട്ടിക്ക് അകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം തൃക്കാക്കരയിലും അതുപോലെ തന്നെ എറണാകുളത്തുമൊക്കെ വലിയ തരത്തിൽ പാർട്ടിക്ക് ഒരു മാറ്റമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പൊതു സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കണം എന്നൊരു നീക്കം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഒപ്പം കണ്ണൂരിൽ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയാണ്. പക്ഷേ വിഭാഗീയതയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല എങ്കിൽ പോലും തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് CPIMലെ ഒരു വിഭാഗത്തിന് ചില പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പേരാവൂരിലെയും ഒപ്പം തന്നെ
പേരാവൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. കെ ശൈലജ ടീച്ചറിനെ പേരാവൂർ മത്സരിപ്പിക്കുന്നതിനോട് ചില ആളുകൾക്ക് വിയോജിപ്പുണ്ട്. കാരണം മട്ടന്നൂരിൽ ഒരു സുരക്ഷിത താവളമായിരുന്നു. അവിടെ നിന്നും പേരാവൂരിലേക്ക് എത്തുമ്പോൾ മത്സരം കടുക്കും. മാത്രമല്ല കോൺഗ്രസിന് അല്പം മേൽക്കൈയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഏതെങ്കിലും കാരണവശാൽ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണമായി മാറപ്പെടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം കൊണ്ട് കഴിയും എന്നുള്ള പ്രതീക്ഷ പാർട്ടി നേതൃനിരയിൽ ഉള്ളവർക്കുണ്ട്. എന്തായാലും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം വളരെ നിർണായകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ ഈ 14 ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്നും വന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് ചർച്ച ചെയ്തു. ഏകദേശം ഒരു പട്ടിക പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്മേലുള്ള ചർച്ച സംസ്ഥാന സമിതിയിലുണ്ടാവും. സംസ്ഥാന സമിതി ഇത് അംഗീകരിക്കണം. ആ നീക്കത്തിലേക്കാണ് കടക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളെയും ഏകദേശം തീരുമാനിച്ച് ധാരണയിലെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചില ജില്ലകളിൽ സ്ഥാനാർത്ഥികൾക്ക് മാറ്റങ്ങളുണ്ടാവും. പക്ഷേ മത്സര വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടും തുടർഭരണം കണക്കിലെടുത്തുകൊണ്ടും ടേം വ്യവസ്ഥ വേണ്ട എന്നൊരു തീരുമാനം നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പാർട്ടി ടേം വ്യവസ്ഥ CPM-ൽ ഉണ്ടാവില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ പഴയ ആളുകൾ പലരും തന്നെ മത്സരരംഗത്തുണ്ടാവും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ എടുത്താൽ തന്നെയും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഓരോ ജില്ലകളിലും പാർട്ടിക്ക് വിജയസാധ്യത ഉറപ്പാക്കുന്നവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുകയാണ്. ടേം വ്യവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തി ആളുകളെ പൊതുവെ പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ കൃത്യമായ ഒരു ഫിൽറ്ററിംഗ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അന്തിമ പട്ടിക തയ്യാറാക്കി സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്കായി നൽകിയിട്ടുള്ളത്. ഇനി ചർച്ചകളുടെ സാധ്യത വളരെ കുറവായിരിക്കും. ഇനി പ്രധാനമായും ചർച്ചകൾ ഉണ്ടാവുക പൊതു സ്വതന്ത്രന്മാരെ തീരുമാനിക്കുന്ന കാര്യത്തിലായിരിക്കും. അതത് ജില്ലാ കമ്മിറ്റികളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച നടത്തും. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് സംസ്ഥാന സമിതി അംഗീകരിക്കുന്ന പതിവാണുള്ളത്. പക്ഷേ ഇതുവരെ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം അംഗീകരിക്കും. അതാണ് ഇന്ന് പ്രധാനമായും സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുക. ഒപ്പം സുധാകരൻ ഉൾപ്പെടെ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്നവരുടെ കാര്യങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും. കാരണം പാലക്കാട് വലിയ തരത്തിൽ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു യോഗം നടക്കുന്നുണ്ട്. അതിൽ ആരൊക്കെ പങ്കെടുക്കും അല്ലെങ്കിൽ ആ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ ഒരു വിലയിരുത്തലായി നടത്തും. ഇത് പാർട്ടിക്ക് ഭാവിയിൽ ദോഷമുണ്ടാക്കുമോ, പാലക്കാട് ജില്ലയിൽ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാജയ ഭീതി ഇവർക്ക് ഉയർത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുമുണ്ട്. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായാണ് യോഗം ചേരുന്നത്. സുധാകരന്റെ നിലപാടും യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയാണുള്ളത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.